കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഇന്ന് പിന്നെ ശിവരാത്രി ആവുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും ഉദയാസ്തമന പൂജയൊന്നുമില്ല, ചെറിയ തിരക്കേ ഉള്ളൂ. കാരണം ഒക്കെ മമ്മിയൂരോ വടക്കുന്നാഥനിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തല്ലേ. ഇനിയിപ്പോൾ വൈകുന്നേരത്തിനൊക്കെ ആവും തിരക്ക്. അതുകൊണ്ട് ഇന്ന് വന്ന ആളുകൾക്ക് രാവിലെ മുതൽ തന്നെ സോപാനം വഴിയാണ്. അത് വളരെ ഒരുവിധം സമയം വരെ സോപാനം വഴി വിട്ടു. അത് വളരെ ഗുണമായി ആൾക്കാർക്ക്. കാരണം എന്നാ ഞങ്ങൾക്കൊന്ന് സോപാനം വഴി പോകാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അതിനിന്ന് രാവിലെ നിർമ്മാല്യവും അത് കഴിഞ്ഞ് കുറച്ച് നേരം ഏകാന്തം വിട്ടു. പിന്നെ വീണ്ടും സോപാനം വഴി വിട്ടു. അപ്പോൾ എല്ലാ ഭക്തർക്കും അതൊരു വലിയ ഗുണമായി. കാരണം ആ സോപാനം വഴി വിടുമ്പോൾ 2 തവണ ഭഗവാനെ ദർശിക്കാനുള്ള ഇതുണ്ടാവും. കാരണം ആ ടേണിങ്ങിൽ നിന്നൊന്നും പിന്നെ ഇങ്ങനെ വന്ന് വീണ്ടും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് വീണ്ടും തൊഴാനുള്ളൊരു ഭാഗ്യം ഇന്നത്തെ ആളുകൾക്ക് ഒരുവിധം പരമാവധി ലഭിച്ചു എന്നാണ് തോന്നുന്നത്. അധികം തട്ടി നീക്കാതെയൊക്കെ കാണാൻ പറ്റിയ ദിവസമാണ്. ഇന്നലെ അതേപോലെ തന്നെയാണ്. ഇന്നലെ സോപാനം വഴിയല്ല. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ പോവുക. ആദ്യം തന്നെ വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയിട്ട് വിഘ്നേശ്വരനെ ഒക്കെ കെട്ടുമുട്ടൊക്കെ അറുത്ത് പോരാം. അങ്ങനെ നമ്മൾ ആ ഗോപുര വാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നേരെ വാതിൽപ്പടിയുടെ അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ നോക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ അതിൽ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കയറുമ്പോൾ ആ ഇടതുവശത്തെ സൈഡിൽ നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലതുവശത്തേക്ക് നോക്കിയിട്ട് ആ തൂണും ഒന്ന് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണും ഒന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഇപ്പോൾ അതിലേറെ ഇന്നലെ നമ്മൾ നേരത്തെ അടച്ചു, അതിൻ്റെ ഒരു സങ്കോചമൊക്കെ നമുക്കുണ്ടായി. പക്ഷെ ഇന്ന് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ശ്രീകോവിൽ കംപ്ലീറ്റ് വെളുത്ത, അതായത് നല്ല കുമ്മായം വാങ്ങി അടിച്ച് നല്ല വെള്ള കളറാണ്. അതുകൊണ്ട് നമുക്ക് ശ്രീലകത്തുള്ള ഗുരുവായൂരപ്പൻ്റെ തിരുവിഗ്രഹം നേരെ കാണാൻ കഴിയും. അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭക്തർക്ക് എല്ലാവർക്കും കുറച്ചുകൂടി, അതായത് നമ്മൾ സാധാരണ കാണുന്നതിനും ഉപരിയായിട്ട് കുറച്ചുകൂടി തെളിച്ചത്തോടെ ഭഗവാനെ ദർശിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഭക്തർക്കും വളരെ എന്താ പറയുക, സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ന് വന്ന് ദർശനം നടത്തിയ ആളുകൾക്കറിയാം, അല്ലാത്തവർക്ക് ഇനി വരുമ്പോൾ അത് നേരെ കാണാം. മറ്റേത് ആദ്യം എന്താണെന്ന് വെച്ചാൽ ആ ചളി പിടിച്ച ആ ഒരു ഇതിലാവുമ്പോൾ നമുക്കത്ര കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നല്ല കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയ ആ ഒരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഭഗവാൻ ചതുർബാഹുവായി, അതായത് മത്സ്യാവതാരമാണ്. ദശാവതാരത്തിലെ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തിലാണെന്ന് ഭഗവാൻ നമുക്കായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആ മീനിൻ്റെ ആ ഒരു എന്താ പറയുക, ചെളുക്ക, ചെതുമ്പൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇങ്ങനെ കാണുന്നു. വാലിങ്ങനെ കുത്തി നിൽക്കുന്ന മത്സ്യാവതാര മൂർത്തിയായിട്ടാണ്. അര വരെ, അതിന് മേലെ അരയ്ക്ക് മേലോട്ട് മഹാപ്രഭുവായിട്ട്, ചതുർബാഹുവായ മഹാപ്രഭുവായിട്ടാണ്. ശംഖ് ചക്ര ഗദാപത്മത്തോടുകൂടി, ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ അങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം, നല്ലൊരു താമര കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. കൈവളകൾ 4 കൈവളകൾ കാണാനുണ്ട്. അങ്ങനെ മാറത്ത് നല്ല ഗോപീതിലകം കാണാനുണ്ട്. നെറ്റിയിൽ നല്ലൊരു ഗോപീതിലകമുണ്ട്. അങ്ങനെ ശംഖ് ചക്ര ഗദാപത്മത്തോടുകൂടി മഹാപ്രഭുവായ ആ മത്സ്യാവതാര മൂർത്തിയായിട്ട് ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ വിളങ്ങുകയാണ്. അത് നല്ല കാഴ്ചയാണ്. നല്ല കാണാൻ, അതായത് സോപാനപ്പടിയിൽ നിന്ന് കാണുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ, അത്രയ്ക്കും വിപുലമായ കാഴ്ചയാണെന്ന്
വന്ന ഭക്തർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ കാഴ്ച നമ്മളെല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും കാണുകയാണ്. ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ എല്ലാവരും കാണുന്നു. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരിയാണ്. അപ്പോൾ മേൽശാന്തി അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ സോപാനപ്പടിയിൽ നിന്ന് തൊഴുതു. ഇനി നമ്മൾ നേരെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അഗ്നികോണിലേക്കൊന്ന് നോക്കി സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കി തൊഴുകയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ഏത്തൊക്കെ ഇട്ട് നേരെ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ അടുത്ത ആ ഒരു ചെറിയ ഗണപതിനെ കണ്ട് തൊഴുതു. അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും മത്സ്യ രൂപം കാണാം. പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കണ്ട് അതിനുശേഷം മേൽശാന്തിയിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി, പ്രസാദമൊക്കെ അർച്ചന പ്രസാദമൊക്കെ കിട്ടി. അതിനുശേഷം വാമന രൂപം, അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിലെ മുതൽ അതൊക്കെ കണ്ട്, ആനയൊക്കെ കണ്ട്, വിഷ്ണു ഗരുഡൻ്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുന്ന ആ രൂപമൊക്കെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ നേരെ അനന്തപത്മനാഭസ്വാമീനെ ഒന്ന് കണ്ട് തൊഴുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോരുമ്പോൾ ശ്രീരാമചന്ദ്രനും ചന്ദ്രനും ഒക്കെ കണ്ട്, ബലരാമനൊക്കെ കണ്ട്, രാമന്മാരെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് അങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടു. അവിടെ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കണ്ട് നേരെ മുരുകനെ കാണുക. മുരുകൻ്റെ അവിടെ ഭസ്മാഭിഷേകമൊക്കെ ആയിട്ടിങ്ങനെ നല്ല രസമായിട്ട് കളറ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് വെറ്റിലമാലയുണ്ട്, നിറയെ കുങ്കുമമുണ്ട്. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമത് സ്മരണത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഗ്രില്ലിനപ്പുറത്ത് കിടന്നിട്ട് നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴുതു. കിണറൊന്ന് നോക്കി തൊഴുത്, നൃത്താറയിലേക്ക് നോക്കി തൊഴുതു. അങ്ങനെ വന്ന് കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങുക. അത് കഴിഞ്ഞാൽ നമ്മളെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവുക. അങ്ങനെ ഭഗവതീനെ കണ്ട് തൊഴുത് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ മമ്മിയൂരപ്പനെ ഒന്ന് നോക്കി തൊഴുക. അപ്പോൾ മമ്മിയൂർ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും മമ്മിയൂരാണ് എന്ന് പറയാം. അപ്പോൾ മമ്മിയൂരപ്പനെ ഇവിടുന്ന് നമുക്ക് നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് തൊഴുക. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി ആ മത്സ്യാവതാരമൂർത്തിയെ, ശ്രീകോവിലിനുള്ളിലെ മത്സ്യാവതാരമൂർത്തിയെ ഒന്നുകൂടി നമ്മൾ കണ്ട് തൊഴുകയാണ്. അതിനുശേഷം നേരെ കൂത്തമ്പലത്തിൽ വന്ന് അതും കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുകയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ.
അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുതൊന്ന് വലം വെച്ച് പടിഞ്ഞാറ് നടയിലേക്ക് എത്തുമ്പോൾ ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം നോക്കി കാണാം ആദ്യം. അതിനുശേഷം ഒന്ന് പുറകിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നാൽ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപം നോക്കി കണ്ടു തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നും ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. വന്നോർക്കും എന്നെ കേൾക്കുന്ന ആ സമയത്ത് നമ്മൾ അത് മനസ്സിലിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഓരോ ചലനങ്ങളും നമ്മളിലേക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.